ഇന്നസെന്റിന് അന്ത്യാഞ്ജലി. അരനൂറ്റാണ്ട് കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന അഭിനയ പ്രതിഭയുടെ ഓർമ്മയിലാണ് മലയാളികൾ. മൃതദേഹം കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഇന്നസെന്റിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ ആയിരങ്ങളാണ് എത്തിയത്. അരനൂറ്റാണ്ട് കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന അഭിനയ പ്രതിഭയുടെ ഓർമ്മകളിൽ മലയാളികൾ വിതുമ്പി. മൃതദേഹം ഇപ്പോൾ വിലാപയാത്രയായി ജന്മനാടായ ഇരിഞ്ഞാലക്കുടയിലേക്ക് കൊണ്ടുപോവുകയാണ്. നേരത്തെ കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിൽ നിന്നുള്ളവർ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. ഇരിഞ്ഞാലക്കുടയിലെ ടൗൺ ഹാളിലും പിന്നീട് വീട്ടിലും പൊതുദർശനം ഉണ്ടാകും. ഇരിഞ്ഞാലക്കുട സെയിൻറ്റ് തോമസ് കത്തീഡ്രലിൽ നാളെയാണ് സംസ്കാരം. MS അനീഷ് കുമാർ വിലാപയാത്രയ്ക്കൊപ്പമുണ്ട്. അനീഷ്, വിലാപയാത്ര എവിടെയെത്തി? ഈ റോഡരികിൽ ഒക്കെ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നുണ്ടോ? പ്രിയ നടനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എപ്പോഴത്തേക്ക് ഇരിഞ്ഞാലക്കുടയിലെത്തും? മനു, ഒരുപാട് യാത്രകൾ ഇരിങ്ങാലക്കുടയിൽ നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുള്ളതും കൊച്ചിയിൽ നിന്നും മടങ്ങി ഇരിങ്ങാലക്കുടയിൽ സ്വന്തം വീട്ടിലേക്ക് എത്തിയിട്ടുമുള്ള ആളാണ് ഇന്നസെന്റ്. സിനിമാ ലോകത്തിന്റെ തലസ്ഥാനം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നഗരമാണ് കൊച്ചി. എന്നാൽ ഇത്തവണ കൊച്ചി യാത്രയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ആശുപത്രി വാസത്തിന് ശേഷം, പിന്നീട് ഇരിങ്ങാലക്കുടയിലേക്ക് ഇന്നസെന്റ് മടങ്ങുകയാണ്. താൻ പതിവായി വന്നിരുന്ന വഴികളിലൂടെയാണ് അദ്ദേഹത്തിന്റെ മടക്കം. പക്ഷേ ഇത്തവണത്തെ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഇനി തിരിച്ചിനി കൊച്ചിയിലേക്കില്ല എന്നതുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളടക്കമുള്ള ആളുകൾ ഈ അകമ്പടി വാഹനങ്ങളിലുണ്ട്. ഒപ്പം ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള പ്രത്യേകമായി തയ്യാറാക്കിയ വാഹനത്തിലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളടക്കമുള്ളവർ ഉണ്ട്. നാടിനെ ഏറെ സ്നേഹിച്ച ഒരാളെന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആലുവ കഴിഞ്ഞ് ഈ വിലാപയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഒരു കൃത്യമായ ക്രമത്തെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇല്ലാത്തതുകൊണ്ട് തന്നെയാവാം വലിയൊരു ജനക്കൂട്ടം വഴിനീളെ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നതിനോ അന്തിമോപചാരം അർപ്പിക്കുന്നതിനോ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം കൊച്ചി നഗരമാണ്, നഗരഹൃദയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഗതാഗത തടസ്സമടക്കമുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ഒരിടത്തും ഈ വാഹനം ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി നിർത്തിയിട്ടില്ല. ഈ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ വശങ്ങളിൽ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അല്പസമയം മുമ്പാണ്, ഏതാണ്ട് 11:00 അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടവന്ത്ര സ്റ്റേഡിയത്തിൽ നിന്നും, ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നത്. മലയാളത്തെ വല്ലാതെ ചിരിപ്പിച്ച, ഉള്ളലിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ അവിസ്മരണീയമാക്കിയ നടൻ ഏറെ സങ്കടപ്പെടുത്തിയാണ്, വേദനകൾ നൽകിയാണ് കടന്നുപോയത്.
ഒപ്പം ഒരു സുഹൃത്തിനെ പോലെ അല്ലെങ്കിൽ വഴികാട്ടിയായി മികച്ച സംഘാടകനൊക്കെയായി നിന്ന ഒരു വലിയേട്ടൻ ഇല്ലാതായി എന്നത് സിനിമ പ്രവർത്തകർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ക്യാൻസർ ബാധിതനാണെങ്കിൽ പോലും അർബുദത്തെ പൊരുതി തോൽപ്പിച്ച ഒരു അർബുദത്തിനെതിരായ പ്രതിരോധത്തിൻ്റെ ഏറ്റവും വലിയ ആൾരൂപമായി സിനിമാക്കാർക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും നിലനിന്ന ഒരാൾ കൂടിയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞ സമയം മുതൽ ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പൊതുപ്രവർത്തകർ, ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആശുപത്രിയിൽ നിന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് പൊതുദർശനത്തിനായി കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. അവിടെയും ഈ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. നിരവധി സാധാരണക്കാരായ ജനങ്ങളടക്കമുള്ള ആളുകൾ എത്തിയിരുന്നു. സിനിമാ പ്രവർത്തകർ പലപ്പോഴും വിതുമ്പി പൊട്ടുന്ന ഹൃദയവുമായി പരസ്പരം ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാമായിരുന്നു. പൊട്ടിക്കരഞ്ഞാണ് ചിലർ അവിടെ നിന്നും മടങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 11:30 വരെയാണ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഈ ആളുകൾക്ക് അദ്ദേഹത്തെ കാണുന്നതിനുള്ള അവസരം ഒരുക്കിയിരുന്നത്. സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള നൂറുകണക്കിന് ആളുകൾ അവിടെ എത്തി തങ്ങളുടെ അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. 12 മുതൽ 3:30 വരെയാണ് നേരത്തെ തൃശ്ശൂർ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാവും എന്നറിയിച്ചത്. പക്ഷേ ആ സമയം അല്പം കൂടി മുന്നോട്ട് പോകും. ഏതാണ്ട് 12:30 1 മണിയോടുകൂടി ആവും അവിടെ എത്തുക എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വിലാപയാത്ര ആലുവ കഴിഞ്ഞിരിക്കുന്നു. ആലുവ കഴിഞ്ഞ് ദേശീയപാതയിലൂടെ പുളിഞ്ചോട് ജംഗ്ഷൻ, ആലുവയ്ക്ക് തൊട്ടു മുമ്പുള്ള പുളിഞ്ചോട് ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ആലുവ പട്ടണത്തിലേക്ക്, ആലുവ നഗരത്തിലേക്ക് പ്രവേശിക്കും. ഈ രീതിയിലാണ് ഇപ്പോൾ വിലാപയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 3-3.5 മണിക്കൂറാണ് ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ ഈ ആളുകൾക്ക് അദ്ദേഹത്തെ അവസാനമായി ഉരുനോക്ക് കാണുന്നതിനുള്ള അവസരം ഒരുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നാളെ രാവിലെ 10 മണിക്കാണ് ഇരിങ്ങാലക്കുട കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും കടവന്ത്രയിൽ ഒരു സിനിമാ ലോകത്തെയും മറ്റു രാഷ്ട്രീയ പൊതുമണ്ഡലങ്ങളിലെയും ഒക്കെ നിരവധി ആളുകളാണ് അദ്ദേഹത്തെ കാണാനായി എത്തിയത്. സമാന രീതിയിലുള്ള ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഇരിങ്ങാലക്കുടയിൽ ഉണ്ടാവുമെന്നാണ് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്നത്. കാരണം സ്വന്തം നാടിനോട് ഏറെ ആത്മബന്ധം പുലർത്തിയ ആളാണ്. നാട്ടിലെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകനായും ഇരിങ്ങാലക്കുടയിലെ ഒരു കൗൺസിലറായും ഒക്കെ നിന്നയാൾ നിരവധി വ്യാപാരങ്ങളും ബിസിനസ്സുകളും ഒക്കെ നടത്തി പൊട്ടിപ്പോയ ആൾ എന്ന് ഇന്നസെന്റിന്റെ ഭാഷയിൽ തന്നെ പറയുന്നയാൾ. ഒപ്പം അദ്ദേഹം ഈ അഭിമുഖങ്ങളിലും മറ്റ് ടെലിവിഷൻ പ്രോഗ്രാമുകളിലും അദ്ദേഹം രചിക്കുന്ന പുസ്തകങ്ങളിലുമൊക്കെ നാടിനെപ്പറ്റി ഒരുപാട് വർണ്ണനകളുണ്ട്. നിഷ്കളങ്കരായ നാട്ടുകാരെക്കുറിച്ചുള്ള ഹാസ്യത്തിൻ്റെ മേമ്പൊടിയിൽ കലർന്ന പരാമർശങ്ങളുണ്ട്. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ അയൽവാസികളെ പോലും ഈ കാണികൾക്ക് അല്ലെങ്കിൽ വായനക്കാർക്ക് അദ്ദേഹത്തിൻ്റെ ഈ കഥകൾ കേൾക്കുന്ന, ഇന്നസെൻ്റ് കഥകൾ കേൾക്കുന്ന ആളുകൾക്ക് അവരൊക്കെ ഓരോ കഥാപാത്രങ്ങളായി മാറാം. നമുക്കറിയാം, ചാലക്കുടിക്ക് കലാഭവൻ മണി ആര് എന്ന രീതിയിലാണ് ഇരിങ്ങാലക്കുടയ്ക്ക് ഇന്നസെൻ്റ്. അത്തരം ഒരു സ്ഥലത്തേക്കാണ്, അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്കാണ് ഇപ്പോൾ യാത്ര പുറപ്പെട്ട് കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ആലുവ നഗരത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് മുന്നിൽ കാണുന്ന പ്രത്യേകം തയ്യാറാക്കിയ KSRTC വാഹനത്തിലാണ് അദ്ദേഹമുള്ളത്. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, സിനിമാ ലോകത്തെ സുഹൃത്തുക്കളടക്കമുള്ള ആളുകൾ, അദ്ദേഹം 18 വർഷം ഭാരവാഹിയായിരുന്ന പ്രസിഡന്റായി നയിച്ച മലയാള സിനിമയിലെ മഹാപ്രസ്ഥാനമെന്ന് സിനിമാ പ്രവർത്തകർ വിശേഷിപ്പിക്കുന്ന അമ്മ സംഘടനയുടെ ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ ആ വാഹനത്തിലുണ്ട്. എന്തായാലും എല്ലാവരും ഈ പല തരത്തിലുള്ള ആളുകളോട് ഇടപെടുമ്പോഴും ഈ ബഹുമുഖ പ്രതിഭയെന്ന് അക്ഷരാർത്ഥത്തിൽ വിളിക്കാൻ പറ്റുന്ന, പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് ഇന്നസെൻ്റ്. നമുക്കറിയാം, താരങ്ങൾ പലപ്പോഴും വിടവാങ്ങുമ്പോൾ അവരുടെ ഈ സംഭാവനകൾ പലപ്പോഴും ആ സിനിമാ മേഖലയിൽ മാത്രം ഒതുങ്ങുമ്പോൾ, അല്ലെങ്കിൽ അവർ താരങ്ങളായി തന്നെ അറിയപ്പെടുമ്പോൾ, ഇതിനൊക്കെ അപ്പുറമുള്ള ആൾക്ക് പല തലങ്ങളിലുള്ള ഭിന്ന തലങ്ങളിൽ കഴിവ് തെളിയിച്ച ആളാണ് ഇന്നസെൻ്റ്. സിനിമാ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ആ രീതിയിലാണ് പറയുന്നത്. കാരണം ഒരു വ്യക്തി എന്ന രീതിയിലാണ് ആദ്യം ഇന്നസെന്റിന്റെ ഒരു തലം കാണാൻ കഴിയുന്നത്. അതങ്ങേറ്റം വാത്സല്യത്തോടു കൂടി ഈ സിനിമാ പ്രവർത്തകരോട് ഇടപഴകുന്ന, തങ്ങളുടെ സഹപ്രവർത്തകരോട് ഇടപഴകുന്ന, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ കൃത്യമായ ശാസനകൾ നൽകുന്ന, ഒരു താങ്ങായി എത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ കാണാം. നാട്ടുകാർക്കും അത്തരത്തിലൊരു
വികാരം തന്നെയാണ് ഇന്നസെന്റിനുള്ളത്. അതിനപ്പുറമാണ് നടൻ എന്ന ഇന്നസെന്റിന്റെ എല്ലാ മേൽവിലാസവും ചേർന്ന് കിടക്കുന്നത് ഒരു നടൻ എന്ന രീതിയിൽ തന്നെയാണ്. കാരണം അദ്ദേഹം അവിസ്മരണീയമാക്കിയ നൂറുകണക്കിന് കഥാപാത്രങ്ങൾ കഴിഞ്ഞ ഇന്നലെ രാത്രി മുതൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളും മറ്റും അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളും മറ്റുമൊക്കെ നവമാധ്യമങ്ങളിലൊക്കെ ഒഴുകി നടക്കുന്നു. കാരണം ഒരു ലോട്ടറി എടുക്കുമ്പോൾ ഒരു മനുഷ്യൻ ആദ്യം ഓർക്കുക ഒരുപക്ഷെ ഇന്നസെന്റിന്റെ ആ കിലുക്കത്തിലെ പ്രശസ്തമായ ഡയലോഗാവും. അങ്ങനെ ഒരുപാട് വേഷങ്ങൾ ഈ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ആലുവ ടൗൺ ഹാൾ പരിസരത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം എത്തിയിരിക്കുന്നു. അവിടെ ഒരു ജനക്കൂട്ടമുണ്ട്. അവർ അന്തിമോപചാരം അർപ്പിക്കാനായി ആ വാഹനം നിർത്തിച്ചിരിക്കുകയാണ്. ആലുവ ടൗൺ ഹാളിന് സമീപമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പൊതുദർശനം നടക്കുന്നത്. ആളുകൾ അദ്ദേഹത്തിൻ്റെ വാഹനം വിലാപയാത്രയിൽ വന്നിരുന്ന വാഹനം അവിടെ നിർത്തുകയും അവർ അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ എത്രമേൽ ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ. നേരത്തെ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിലേക്കാണ് ഈ യാത്ര, മറ്റിടങ്ങളിൽ നിർത്തില്ല അല്ലെങ്കിൽ നേരെ പോകുന്നു എന്നൊക്കെ അറിയിച്ചിരുന്നുവെങ്കിലും ഒരു വലിയ കൂട്ടത്തിലുള്ള ആളുകൾ അവിടെ അദ്ദേഹത്തെ കാണാനായി എത്തിയിരിക്കുന്നു. അവർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഈ ആലുവ ടൗൺ ഹാളിന് സമീപം നൽകിയിരിക്കുന്നു. വഴിയരികിൽ തന്നെ വാഹനം താൽക്കാലികമായി വിലാപയാത്ര നിർത്തിവെച്ച ശേഷം ഈ ആളുകൾക്ക് അദ്ദേഹത്തെ കാണുന്നതിനുള്ളൊരു അവസരം ഒരുക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അല്പസമയം അദ്ദേഹത്തെ അന്തിമോപചാരം അർപ്പിക്കാൻ ഈ ജനങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക്, പൊതുപ്രവർത്തകരടക്കമുള്ളവർക്ക് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആളുകൾ വാഹനത്തിലേക്ക് കയറുകയും അവർ തങ്ങളുടെ പുഷ്പചക്രങ്ങളും മറ്റുമൊക്കെ അർപ്പിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. എത്രമേൽ സ്നേഹം ഈ പ്രേക്ഷകർക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് ഉണ്ട് എന്ന് വെളിവാക്കുന്നതായിരുന്നു ഈ കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുദർശനം. നിരവധി പേരാണ് ആ സിനിമാ മേഖല ഏതാണ്ട് അക്ഷരാർത്ഥത്തിൽ ഒന്നടങ്കം അവിടേക്ക് ഒഴുകി വരുന്ന കാഴ്ച. മുതിർന്ന നിരയിലുള്ള താരങ്ങളും താഴെത്തട്ടിലുള്ള താരങ്ങളും ഏറെ പുതുമുഖങ്ങളായ താരങ്ങളും അടക്കമുള്ളവർ അവിടേക്ക് എത്തി. മമ്മൂട്ടിയെപ്പോലുള്ള മെഗാ താരങ്ങൾ, അദ്ദേഹത്തിനോടൊപ്പം പതിറ്റാണ്ടുകൾ അഭിനയ രംഗത്ത് നിലനിന്ന ആളുകൾ, സഹോദരൻ വേഷത്തിലും അച്ഛൻ വേഷത്തിലുമൊക്കെ തോളോട് തോൾ ചേർന്ന് അഭിനയിച്ച ആളുകളും മറ്റുമൊക്കെ ഇന്നലെ രാത്രി മുതൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. രാത്രി ഏറെ നേരം ആശുപത്രിയിൽ തങ്ങി തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന് അന്തിമോപചാരം അർപ്പിക്കാൻ മറ്റു കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ നിന്ന് നയിച്ച ശേഷം വീണ്ടും ഈ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലേക്കും മറ്റുമൊക്കെ എത്തി അവിടുത്തെ കാര്യങ്ങൾക്കെല്ലാം ഒരു നേതൃത്വം നൽകുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു. അത്രമേൽ ഹൃദയബന്ധമാണ് മലയാള സിനിമയ്ക്ക് ഇന്നസെന്റിനോടുള്ളത്. കാരണം മലയാള സിനിമയുടെ ഒരു നട്ടെല്ലായി, നടന്മാരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമൊക്കെയായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി അമ്മ സംഘടന മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ അമ്മ സംഘടനയ്ക്ക് ഏറ്റവും അധികം സംഭാവനകൾ നൽകിയത്, അല്ലെങ്കിൽ എത്ര വലിയ കാറ്റിലും കോളിലും ഉലയാതെ ആ സംഘടനയെ കാത്തുരക്ഷിക്കാൻ ഈ സിനിമാ മേഖലയിലെ അവസരായ കലാകാരന്മാർക്ക്, അല്ലെങ്കിൽ ജീവിത സായന്തനത്തിൽ ഒരു കൈത്താങ്ങ് വേണ്ട ആളുകൾക്ക് അത്തരത്തിലുള്ള സഹായം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ, അവർക്ക് പെൻഷൻ അനുവദിക്കുന്നതിനും അല്ലെങ്കിൽ ചികിത്സാ സഹായം, ഇൻഷുറൻസ് പദ്ധതികളടക്കം ആവിഷ്കരിക്കുന്നതിനും നേതൃത്വം നൽകിയത് ഇന്നസെന്റാണ്. ഒപ്പം ഈ പാവപ്പെട്ടവരായ ആളുകൾക്ക് വീട് നൽകുന്ന അടക്കമുള്ള നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. 2020 പോലുള്ള എല്ലാ താരങ്ങളെയും അണിനിരത്തിയുള്ള സിനിമ നിർമ്മിക്കുക, നിരവധി മെഗാ ഷോകൾ, ഇതിൽ ഈ പരസ്പരം ഈഗോകളും മറ്റുമൊക്കെയുള്ള താരങ്ങളെയും ഒരു ചരടിൽ കോർത്തിണക്കി ഈ രംഗത്തൊക്കെ എത്തിക്കാൻ ഇന്നസെന്റ് വഹിച്ച പങ്ക് വലുതാണ്. എന്തായാലും ആ സ്നേഹവും ആദരവും ഒക്കെ അതിൻ്റെ അതേ അർത്ഥത്തിൽ തന്നെ മലയാള സിനിമാ ലോകം ഒരു അന്തിമോപചാരം എന്ന രീതിയിൽ, ഒരു സ്നേഹം എന്ന രീതിയിൽ, ഒരു വാത്സല്യം എന്ന രീതിയിൽ ഇന്നസെന്റിന് നൽകുന്ന കാഴ്ച ഇപ്പോൾ ഏതാണ്ട് 5 മിനിറ്റോളം കഴിഞ്ഞിരിക്കുന്നു. ആലുവയിൽ ഈ വിലാപയാത്ര ടൗൺ ഹാളിന് സമീപം നാട്ടുകാർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം നൽകുന്നത്. വലിയ ഒരു പോലീസ് വാഹനത്തിൻ്റെ സന്നാഹത്തോടുകൂടിയും വാഹനങ്ങളുടെ ഒരു വലിയ നീണ്ട നിരയും ഇപ്പോൾ ഈ വിലാപയാത്രയ്ക്ക് പിന്നിലുണ്ട്. ഒരുപക്ഷെ ഇനിയും ഈ വാഹനം മുന്നോട്ട് പോകും തോറും ഇത്തരത്തിൽ കൂടുതൽ ഇടങ്ങളിൽ ഒരുപക്ഷെ തങ്ങളുടെ പ്രിയ താരത്തിനെ കാണാൻ ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയും ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ ഈ ആലുവ പട്ടണത്തിൽ, ആലുവ ടൗൺ ഹാളിന് സമീപം ഇന്നസെന്റിനെ ഒരു നോക്ക് കാണാനായി എത്തിയ ആളുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സാധാരണക്കാരായ ആളുകളുണ്ട്,
ഓട്ടോറിക്ഷ തൊഴിലാളികളായ ആളുകളുണ്ട്, കുറച്ചുകൂടി ഉയർന്ന രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പദവികൾ വഹിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള ആളുകളാണ് അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണുവാനായി ഈ ആലുവ ടൗൺ ഹാളിന് ചുറ്റും ഇപ്പോൾ ഉള്ളത്. വെള്ളിത്തിരയിൽ തങ്ങളെ രസിപ്പിച്ച, ചിന്തിപ്പിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ ബാക്കിയാക്കിയാണ് ഇന്നസെന്റ് മരിക്കുന്നത്. താരം വിട പറഞ്ഞാലും അദ്ദേഹം അവശേഷിപ്പിച്ച കഥാപാത്രങ്ങൾ മനസ്സിലൂടെ ഓരോരുത്തരുടെയും കടന്നു പോകുന്ന ഒരു സാഹചര്യം, അതിൻ്റെ എല്ലാ സ്നേഹവുമാണ് ഇപ്പോൾ ഈ ആലുവ ടൗൺ ഹാളിന് സമീപം ആളുകൾ പ്രദർശിപ്പിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഈ ആളുകൾക്ക് കാണാനുള്ള അവസരം നൽകിയ ശേഷം ഈ വിലാപയാത്ര മുന്നോട്ട് നീങ്ങും. ദേശീയപാതയിലൂടെയാണ് ഈ വിലാപയാത്ര മുന്നോട്ട് പോകുന്നത്. മുന്നിൽ പോലീസ് അകമ്പടി നൽകുന്നു. തൊട്ട് പിന്നിൽ മന്ത്രിമാരടക്കമുള്ള ആളുകൾ, ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഈ തങ്ങളുടെ പ്രിയ താരത്തിനും അകമ്പടി സേവിക്കുന്നു. ഒരു താരം എന്നതിലുപരി ഒരു വലിയ രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ കൂടി ഈ കാലം ഇന്നസെന്റിനെ വിലയിരുത്തും. കാരണം ചാലക്കുടി മണ്ഡലത്തിലെ പ്രതികരിച്ച് 5 വർഷം ജനപ്രതിനിധിയായിരുന്ന ആളാണ്. ഒരു ഹാസ്യ കഥാപാത്രം എന്ത് ചെയ്യും പാർലമെന്റിൽ പോയി, അല്ലെങ്കിൽ ചിരിപ്പിക്കാനാണ് പോകുന്നതെന്നടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ തന്റെ നിലപാടുകൾ ആ സഭയിൽ അറിയിക്കുകയും ഈ ജീവൻ രക്ഷാ മരുന്നുകളുടെ അടക്കം വില കുറയ്ക്കേണ്ട ആവശ്യകതയെപ്പറ്റിയൊക്കെ ശ്രദ്ധ ക്ഷണിക്കലും മറ്റുമൊക്കെ നടത്തി, പ്രസംഗങ്ങളുമൊക്കെ നടത്തി, തനത് മലയാളത്തിൽ ശ്രദ്ധ ക്ഷണിക്കലുമൊക്കെ നടത്തി അദ്ദേഹം വളരെ പ്രശസ്തനായ ആളുമാണ്. അത്തരത്തിലൊരു വലിയ ജനപ്രതിനിധി എല്ലാ അർത്ഥത്തിലും എന്താണ് ഒരു ജനപ്രതിനിധിയിൽ നിന്നും ജനം ആഗ്രഹിക്കുന്നത് അത് അങ്ങേയറ്റം അതേ അർത്ഥത്തിൽ തന്നെ പുലർത്താൻ അദ്ദേഹത്തിന് ആവുകയും ചെയ്തു. അത്തരത്തിൽ കേവലം ഒരു സിനിമാ നടൻ എന്നതിൽ ഉപരി ഈ എല്ലാ തരത്തിലുമുള്ള ആളുകളുടെ സ്നേഹം ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം പരാജയത്തെയും വിജയത്തെയും ഒക്കെ ഒരേ തുലാസിലൂടെ, ഒരേ കണ്ണിലൂടെ നോക്കിക്കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് നമുക്കറിയാം. ഇപ്പോൾ ദേശീയ അവാർഡിനുള്ള പോരാട്ടത്തിൽ തനിക്കൊപ്പം മമ്മൂട്ടി എത്തിയപ്പോൾ മമ്മൂട്ടി പരാജയപ്പെടണേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു എന്ന് തുറന്നു പറയുന്ന ഇന്നസെന്റ്. കാരണം മനുഷ്യർക്കെല്ലാം കുശുമ്പുണ്ട്, അസൂയുണ്ട്, അത് തനിക്കുമുണ്ട്. ഇതില്ലെങ്കിൽ എങ്ങനെ മനുഷ്യനാവും എന്ന് ഉറക്കെ പറയുന്നതിൽ യാതൊരു മടിയും കാണിക്കാത്തയാൾ. ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും ആരിഫ് മാത്രം ഇടത് MP ആയി ജയിച്ചപ്പോൾ അതിൽ തനിക്ക് നിരാശയുണ്ട് എന്ന് ഹാസ്യരൂപേണ പറയുന്ന ആൾ. കാരണം താൻ മാത്രം ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അത് വലിയ നാണക്കേടാവും, തനിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും. പക്ഷേ 19 പേരും പരാജയപ്പെട്ടപ്പോൾ ആ പരാജയത്തെ ഉൾക്കൊള്ളാനായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഒപ്പം തൻ്റെ മരണത്തെക്കുറിച്ച് ഇടയ്ക്കിടെ സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ഇന്നസെന്റിന്റെ മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരുമായിരുന്നു, വ്യാജ പ്രചരണങ്ങൾ വരുമായിരുന്നു. ആ പ്രചരണങ്ങളെയൊക്കെ അതിൻ്റെ അതേ സ്പിരിറ്റിൽ കണ്ട് താൻ മരിച്ചു എന്ന വാർത്ത താനും കണ്ടു, ഇല്ല ഇതുവരെ പോയിട്ടില്ല എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ നർമ്മശൈലിയിൽ പറയുന്ന കാര്യങ്ങൾ. ഒപ്പം താൻ മരിച്ചു അല്ലെങ്കിൽ തൻ്റെ ആരോഗ്യനില വഷളായി എന്ന് കരുതി തൻ്റെ അയൽവാസികളൊക്കെ തൻ്റെ വീട്ടിലെത്തുന്നതും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നതുമൊക്കെ ഈ വളരെ കൗതുകരമായ രീതിയിലാണ്, ഏറെ നർമ്മം കലർന്ന രീതിയിലാണ്, അങ്ങേയറ്റം ഗൗരവമുള്ള സാഹചര്യങ്ങളെ പോലും അദ്ദേഹം പുറത്തേക്ക് എടുത്തിരുന്നത്. അതായത് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഒരു നർമ്മ രസത്തോടു കൂടിയാണ് അദ്ദേഹം എന്നും സിനിമയ്ക്കകത്തും സിനിമയ്ക്ക് പുറത്തുമൊക്കെ പ്രവർത്തിച്ചിരുന്നത്. എന്തായാലും ആ അർത്ഥത്തിലൊക്കെ അദ്ദേഹം എക്കാലവും ഓർമ്മപ്പെടുക തന്നെ ചെയ്യും. ഒപ്പം അങ്ങേയറ്റം കുടുംബത്തോട് സ്നേഹം പുലർത്തിയിരുന്ന വാത്സല്യനിധിയായ ഒരു കുടുംബനാഥനായിരുന്നു അദ്ദേഹം. തൻ്റെ ഭാര്യ ആലീസുമായി അങ്ങേയറ്റത്തെ ആത്മബന്ധമുണ്ട്. തൻ്റെ നല്ല കാലത്തും ചീത്തക്കാലത്തുമൊക്കെ ഉണ്ടായിരുന്ന ആലീസാണ് തൻ്റെ ജീവിതമെന്ന് പറയുന്നതിൽ യാതൊരു പിശുക്കും കാട്ടാത്ത മനുഷ്യൻ. ഏതാണ്ട് 50-ാം വർഷത്തിലേക്ക് എത്താൻ 2-3 വർഷങ്ങൾ, 47 കൊല്ലങ്ങളാണ് അവർ ഒന്നിച്ച് ജീവിച്ചത്. 50-ാം വയസ്സിലേക്ക് നീങ്ങാനൊക്കെ തുടങ്ങുമ്പോൾ, അത്തരത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ഈ അർബുദത്തിൻ്റെ തുടർചലനങ്ങൾ അദ്ദേഹത്തിനുണ്ടാവുന്നത്. കോവിഡ് പലവട്ടം വരികയുണ്ടാവുകയും ആരോഗ്യനില വഷളാവുകയും മരണം സംഭവിക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും ഈ മറ്റൊരു തലത്തിൽ കൂടി അദ്ദേഹം എന്തായാലും ഒരു വലിയ പോരാളിയായി തലയെടുപ്പോട് നിൽക്കും. കാരണം അർബുദ രോഗബാധ എന്ന് പറയുമ്പോൾ തന്നെ അങ്ങേയറ്റം ഭയാശങ്കകളോടി കാണുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. എല്ലാ പ്രതീക്ഷകളും വിട്ട് അർബുദ രോഗബാധ എത്തിയെന്ന് പറയുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളും കൈവിട്ട് നിരാശയുടെ പടുകുഴിയിലേക്ക് നീങ്ങുന്ന ഒരു ആളുകളാണ് നമ്മൾ. പക്ഷേ ഈ ക്യാൻസറിനെ വളരെ തുറന്ന ചിരിയോടുകൂടി എങ്ങനെ നേരിടണം എന്ന് പഠിപ്പിച്ച, അല്ലെങ്കിൽ ആ ക്യാൻസർ അവബോധവുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും അധികം ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു മനുഷ്യനായി കൂടി ഇന്നസെന്റിനെ വിലയിരുത്തേണ്ടി വരും. കാരണം തന്നെ റേഡിയേഷനും മറ്റുമൊക്കെ കൊണ്ടുപോകുമ്പോൾ ആഘോഷത്തോടു കൂടി, ചിരിയോടുകൂടി, സന്തോഷത്തോടു കൂടി കൊണ്ടുപോകണം. ഒരാളുടെയും ഈ സഹതാപം കലർന്ന മുഖം, നിരാശ കലർന്ന മുഖം തനിക്ക് കാണേണ്ടതില്ല എന്ന് വ്യക്തമായി പറഞ്ഞ ഒരു മനുഷ്യൻ കൂടിയാണ്. അത്തരത്തിൽ കാലം അദ്ദേഹത്തെ ഒരു ക്യാൻസർ പോരാളി, അർബുദ രോഗത്തിനെതിരായ പടപൊരുതിയ മനുഷ്യൻ എന്ന രീതിയിൽ കൂടി ഓർക്കും. എന്തായാലും ഒരു വ്യക്തി എന്ന നിലയിലും, ഒരു നടൻ എന്ന രീതിയിലും, ഒരു കുടുംബനാഥൻ എന്ന രീതിയിലും, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിലും, ഒരു ക്യാൻസർ പോരാളി എന്ന രീതിയിലുമൊക്കെ മലയാളത്തിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയ്ക്കകത്തും പുറത്തും പൊതുമണ്ഡലത്തിലുമൊക്കെ അനേകം കാൽപ്പാടുകൾ അവശേഷിപ്പിച്ചാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും CV അനുമോദ് ചേരുന്നു. അനുമോദ്, അവിടെ പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങൾ തയ്യാറായോ? ഇന്നസെൻറ്റിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള യാത്ര അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴേക്ക് ഇരിഞ്ഞാലക്കുടയിൽ ഈ യാത്ര എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? എന്താണ് അവിടെ ഉള്ള ഒരുക്കങ്ങൾ? മനു, ഞാൻ നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിലാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ അന്ത്യോപചാരം അർപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ ടൗൺ ഹാളിൽ പുരോഗമിക്കുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പൂക്കൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശവപേടകം വയ്ക്കാനുള്ള ഇടം അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. 2 വഴികളിലൂടെയാണ് പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ പ്രധാന വ്യക്തികൾക്കും ഇവിടേക്ക് പ്രവേശനം ഒരുക്കിയിട്ടുള്ളത്. പ്രധാന വഴിയിലൂടെ എനിക്ക് പിന്നിൽ കാണുന്ന ഇതുവഴി VIP-കളായിട്ടുള്ളവർ വരും. മറുവശത്തിലൂടെ സാധാരണ ജനങ്ങളും നമ്മോടൊപ്പം ഇവിടുത്തെ ഏരിയ സെക്രട്ടറിയുടെ സഖാവ് മനോജ് ചെയ്യുന്നുണ്ട്. ഇന്നസെൻ്റ് ഒരു നടൻ മാത്രമല്ല, ജനപ്രതിനിധിയായിരുന്നു. ജനങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഇരിഞ്ഞാലക്കുടയിലെ ടൗൺ ഹാളിലേക്ക് അദ്ദേഹം അവസാനമായിട്ട് കാണാൻ വരുന്നു പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ പ്രയോഗിക്കുന്നത്? ഇന്നസെൻ്റ് ഏട്ടൻ ഞാനൊരു കമ്മ്യൂണിസ്റ്റാണെന്ന് തുറന്ന് സമ്മതിക്കുകയും അതൊരു ശക്തിയായി ജനങ്ങളുടെ മുമ്പിൽ വാദിക്കുകയും ചെയ്യുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ സംബന്ധിച്ച് ഉത്തമനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റാണ്. ഒരു കലാകാരൻ എന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്, ഞാനൊരു വിശ്വാസിയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ഇരിങ്ങാലക്കുടക്കാർ ഈ സ്വന്തം സഹോദരനായിട്ടാണ് എല്ലാവരും ഒരേപോലെ കാണുന്നത്. ഒരാളും അദ്ദേഹത്തെ ഇന്നസെൻ്റ് ഏട്ടാന്നല്ലാതെ വേറെ ആളും വിളിക്കുന്നില്ല. അദ്ദേഹം ജനപ്രതിനിധിയായിട്ടിരുന്ന സമയത്ത്, ഇപ്പോൾ ഏറ്റവും അവസാനം 5 വർഷക്കാലം MP ആയി പ്രവർത്തിച്ച സമയത്ത് സുതാര്യമായി, സത്യസന്ധമായി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിർവഹിച്ച ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി ആ സ്ഥാനം ഒഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിലും അദ്ദേഹം ഈ രോഗാതുരമായിട്ടൊരു കാലഘട്ടത്തിലും ഈ സമൂഹത്തിലെ ഇരിങ്ങാലക്കുടയിലെ 100 കണക്കിന് ആളുകൾക്ക് ചികിത്സാ സഹായമായിട്ട്, പ്രത്യേകിച്ച് ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി സഹായങ്ങൾ അതൊരാളും അറിയാതെ മറ്റുള്ള ആളെ കാണിച്ചുകൊണ്ട് ചെയ്യല്ല, രഹസ്യമായിട്ട് ചെയ്യാവുന്ന മുഴുവൻ ആളുകളും അദ്ദേഹത്തിൻ്റെ അയൽപ്പക്കത്തുള്ള 100 കണക്കിന് ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഈ പട്ടണത്തിലും ഈ മണ്ഡലത്തിലും അദ്ദേഹം സഹായം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കാണാൻ തീർച്ചയായിട്ടും ഒരു നാട് മുഴുവൻ ഒഴുകി വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എത്ര മണി മുതലാണ് നമ്മളിവിടെ പൊതുദർശനം? 2 മണിക്കാണ് കണക്കാക്കുന്നത്. 2 മണിക്ക് അദ്ദേഹത്തിനെ പൊതുദർശനം എത്താൻ സാധ്യതയുണ്ടോ? എന്താണ് ഇപ്പോൾ അങ്കമാലി കഴിഞ്ഞു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. തീർച്ചയായിട്ടും നമുക്ക് ഏതാണ്ട് ഈ നിശ്ചയിച്ച സമയത്തേക്ക് നമ്മുടെ അദ്ദേഹം ഇവിടെ എത്തുമെന്നാണ് ഞങ്ങൾ ധരിക്കുന്നത്. വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടെ ടൗൺ ഹാളിൽ നമ്മൾ പൊതുദർശനത്തിന് വെക്കുന്നത്. ഇത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോകും. മുഖ്യമന്ത്രി 2 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നതാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം. ചിലപ്പോൾ ഒരു ചെറിയ മാറ്റം ഉണ്ടാവാം, എന്നാലും 3 മണിക്കുള്ളിൽ അദ്ദേഹം എത്തുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി, നമ്മുടെ സംസ്ഥാന മന്ത്രിമാരുണ്ട്, നിരവധി MLA-മാർ, തൃശ്ശൂർ ജില്ലയിലെ മിക്കവാറും എല്ലാ MLA-മാരും ഇവിടെ എത്തും. ജില്ലയ്ക്ക് പുറത്തുള്ള മന്ത്രിമാർ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള KT ജലീലടക്കമുള്ള മന്ത്രിമാരടക്കമുള്ള ആളുകൾ വരുന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ എല്ലാവരും പരമാവധി ആളുകൾ ഇവിടെ എത്തും. എറണാകുളത്തും ഇവിടെയുമായിട്ട് നാളേക്കുള്ളിൽ എല്ലാവരും ഇവിടെ എത്തുമെന്നാണ്. ഇന്നസെൻ്റ് ഏട്ടൻ ഒരു നടൻ മാത്രമല്ല, ഒരു കലാകാരൻ മാത്രമല്ല, ഒരു നല്ല രാഷ്ട്രീയക്കാരൻ, ഹാസ്യത്തിൻ്റെ മേമ്പൊടി ചേർത്ത് പറയാനുള്ളതെല്ലാം കൃത്യമായി പറയുന്ന ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരൻ തന്നെയാണ്, പോരാളിയാണ്. തീർച്ചയായും അതാണ് ഇവിടെ ഓരോരുത്തർക്കും പറയാനുള്ളത്. ഇന്നസെൻ്റ് എന്നത് ഒരു കേവലം ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം തൻ്റെ പ്രാവീണ്യം തെളിയിച്ച ഒരു വ്യക്തിയല്ല. അദ്ദേഹം നടനാണ്, ജനപ്രതിനിധിയായിരുന്നു,
അതിലെല്ലാം ഉപരി അതിജീവനത്തിൻ്റെ ക്യാൻസർ എന്ന മഹാരോഗത്തിനെതിരെ അതിജീവനത്തിൻ്റെ പോരാട്ടം നടത്തി വിജയിച്ച അവസാനം വരേക്കും മറ്റുള്ളവരെ ആ ഒരു പോരാട്ടത്തിന് പ്രേരിപ്പിച്ച മഹാനായ ഒരു ധീരനായ പോരാളിയായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. സ്വാഭാവികമായിട്ടും ഇന്നസെൻ്റ് എന്ന പേര് ലോകം മുഴുവൻ ഒരു സിനിമ നടൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും ഇരിങ്ങാലക്കുടക്കാർക്ക് പക്ഷേ അത് കേവലം ഒരു നടൻ എന്ന രീതിയിൽ മാത്രമല്ല, അവരോട് വളരെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ, ഇന്നസെൻ്റ് ചേട്ടൻ, ഇന്നച്ചൻ എന്നീ പേരിലൊക്കെ തന്നെ വളരെ സ്നേഹത്തോടെ സ്വന്തമായിട്ട് അവരുടെ സ്വന്തക്കാരൻ, കുടുംബത്തിലെ ഒരു അംഗം എന്ന രീതിയിൽ അത്രയും സ്നേഹിക്കുന്ന ഇരിങ്ങാലക്കുടക്കാർക്ക് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുക എന്നത് ഓരോ ഇരിങ്ങാലക്കുടക്കാരൻ്റെയും വികാരമാകും. സ്വാഭാവികമായിട്ടും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ എത്തുന്ന സമയം മുതൽ ആളുകളിലേക്ക് ഒഴുകി എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഉണ്ടാവുക. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വഴിയിലൂടെ ഈ വഴിയിലൂടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് കടന്നു വരാനുള്ള വഴിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് ഇടതുവശത്തിലൂടെയായിരിക്കും സാധാരണക്കാരെ ഇവിടേക്ക് കടത്തിവിടുക. വൈകുന്നേരം 6 മണി വരെയാണ് നിലവിൽ പൊതുദർശനത്തിന് ഇവിടെ സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും അത് നീണ്ടുപോകാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ രാവിലെ വീട്ടിൽ പോയിരുന്നു. അവിടെ വീട്ടിലും പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. മോഹൻലാൽ അടക്കമുള്ളവർ നാളെ രാവിലെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ അന്തിമോപചാരം അർപ്പിക്കാൻ ഇരിങ്ങാലക്കുടയിലേക്ക് എത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും നാടിൻ്റെ പൊന്നോമന പ്രിയ പുത്രന് വിട ചൊല്ലുവാൻ ഇരിങ്ങാലക്കുട തയ്യാറെടുക്കുകയാണ് ഹൃദയവേദനയുടെ. അനുമോദ്, അവിടെ നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങളും വിവരങ്ങളും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അവിടെ എത്തിച്ചേരാൻ കഴിയാത്ത എല്ലാവരിലേക്കും ഈ ദൃശ്യങ്ങൾ എത്തിക്കാം. അത് വീണ്ടും അതിനായി അനുമോദിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യാം. ജനജീവിതത്തിൽ നർമ്മം നിറച്ച നടൻ ഇന്നസെൻ്റ് എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുൻ MP കൂടിയായ അദ്ദേഹം ജനങ്ങളെ ആവേശഭരിതരാക്കിയെന്നും മോദി ട്വീറ്റ് ചെയ്തു. ഇന്നസെൻറ്റിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അങ്കമാലി പിന്നിട്ടിരിക്കുകയാണ്. ഇരിഞ്ഞാലക്കുടയിലെ ജന്മദേശത്തേക്കാണ് വിലാപയാത്ര പോകുന്നത്. അവിടെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. അങ്ങോട്ടേക്ക് വിലാപയാത്ര പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പലയിടങ്ങളിലും ആൾക്കൂട്ടം ഈ വിലാപയാത്രയ്ക്ക് പോകുന്ന വഴിയിലൂടെ അവിടെ ഇരുവശങ്ങളിൽ കൂടി നിന്ന് പ്രിയ നടന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ആവശ്യപ്പെടുകയാണ്. പലയിടങ്ങളിലും വാഹനം നിർത്തി ആളുകൾ അവരുടെ അന്തിമോപചാരം അർപ്പിക്കുകയാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം എക്കാലവും അവരെ ചിരിപ്പിക്കുകയും നർമ്മങ്ങൾക്കിടയിൽ കാര്യം പറയുകയും ചെയ്ത ഇന്നസെൻ്റ് അത്രമാത്രം പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു. ഈ വാർത്തകൾ, ഇന്നസെൻറ്റിൻ്റെ വിയോഗത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ ആദ്യഘട്ടത്തിൽ വരുമ്പോൾ അതെല്ലാം അസത്യമാകട്ടെ എന്നാഗ്രഹിച്ചവർ കൂടിയാണ് മലയാളികൾ. വലിയ ആൾക്കൂട്ടമാണ് കൊച്ചിയിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര വഹിച്ചു കൊണ്ടുപോകുന്ന ഇടങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങളാണ് പലയിടങ്ങളിലും തടിച്ചുകൂടിയത്. ഇന്നസെൻ്റ് മലയാളികളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന താരമാണ്. അദ്ദേഹം ഇനി നമ്മുടെ ഓർമ്മകളിൽ തിളങ്ങും. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നന്ദി.